ഈ വീഡിയോ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ചവരെ കുറിച്ചാണ്. ആ കുഴപ്പം പിടിച്ചവര് ചിലപ്പം നമ്മൾ തന്നെ ആയിരിക്കാം, ചിലപ്പം നമ്മളുടെ കൂടെ ജീവിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയാൻ പോകുന്നത് നർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇത്തരം വീഡിയോകൾ സെർച്ച് ചെയ്യുന്നത് തന്നെ നർസിസ്റ്റുകളാണെന്നുള്ളതാണ് സത്യവും. എന്നെ കേൾക്കുന്നവർക്ക് മിക്കവാറും അറിയാമായിരിക്കും, നർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സാഡിസ്റ്റിക് ആയിരിക്കും. അവരെ കുറിച്ച് കൂടുതൽ അമിതമായ പ്രാധാന്യം വെച്ച് പുലർത്തുന്നവരായിരിക്കും. ചുറ്റുമുള്ളവരുടെ ശ്രദ്ധയും പരിഗണനയും പൂർണ്ണമായും അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ അവരൊരിക്കലും അവർക്ക് ചുറ്റുമുള്ള അവരുടെ പ്രിയപ്പെട്ടവരുടെ ഫീലിങ്സ് വേണ്ട വിധം മനസ്സിലാക്കില്ല, അതിനോട് പ്രതികരിക്കില്ല, അവരുടെ വേദനകളായിട്ട് മനസ്സിലാക്കില്ല, അതിനെ അംഗീകരിക്കുകയുമില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ അത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിൽ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. കാരണം ഫൈനാൻഷ്യൽ മാറ്ററിലും മറ്റുള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് അവർ തന്നെ ആയിരിക്കും. പലപ്പോഴും കൂടെയുള്ളവരുടെ അഭിപ്രായം ആരായുകയോ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല. അവരെ എല്ലാവരും കേൾക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ജീവിക്കുന്നവര് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് പലപ്പോഴും ശ്രമിക്കുക. അത്രയും ദുസ്സഹമായിരിക്കും അവരോടൊപ്പമുള്ള ജീവിതം. അവർ പ്രത്യേകം പരിഗണനയും പ്രിവിലേജും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഒരു അച്ചീവ്മെന്റും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ മഹാസംഭവമാണ് എന്ന് സ്വയം മുഖപ്രശംസ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. സദാസമയവും അവരുടെ വിജയം, പവർ, സൗന്ദര്യം, അറിവ്, കഴിവുകൾ ഇവയെല്ലാം അവരിങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ സുപ്പീരിയർ ആയിട്ടാണ് ഇത്തരക്കാർ അവരവരെ തന്നെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ച് ഉന്നത ശ്രേണിയിലുള്ള ആളുകളോടൊപ്പം ചെലവഴിക്കാനാണ് അവർക്ക് ഇഷ്ടവും ഉണ്ടാകുക. അവരെക്കാൾ താഴ്ന്നവരോട് ഇടപഴകാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവരാഗ്രഹിക്കുന്നത് അവരെ എല്ലാവരും താഴ്ന്നു വണങ്ങി നിൽക്കണമെന്നാണ്. ഒരാളും അവരെ ചോദ്യം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കൂടെയുള്ളവരെ കൊണ്ട് അവർക്ക് വേണ്ട വിധം ജോലി ചെയ്യിപ്പിക്കാനുള്ള കഴിവ് അപാരമായിരിക്കും അവർക്ക്. അയാൾ സ്വയം വിചാരിക്കുക മറ്റുള്ളവരെല്ലാം അയാളുടെ ശത്രുവാണെന്നാണ്. സദാ വിമ്പു പറച്ചിലും ആത്മാരാധനയും കൊണ്ട് നടക്കുന്ന ഇക്കൂട്ടർക്ക് എപ്പോഴും മുന്തിയ വസ്തുക്കളും വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം ഒരുപാട് ഇഷ്ടവുമായിരിക്കും. കൂടെ ജീവിക്കുന്നവരെ കുഴപ്പത്തിലാക്കാനായിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുകയോ മാറ്റിമറിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു നിത്യ സംഭവമാണ്. ആരോടെങ്കിലും അനിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അവരുടെ പിന്നാലെ പോയി അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എത്ര മാറിപ്പോയാലും വിടുന്ന ഒരു പ്രശ്നമേ ഇല്ല. വർഷങ്ങൾക്ക് ശേഷവും അത്തരക്കാർ അവരോടുള്ള ഗ്രഡ്ജ് സൂക്ഷിക്കുകയും പണി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇത്തരക്കാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ആൾ വല്ലാതെ ഡിപ്രസ്ഡ് ആവും. വാസ്തവത്തിൽ ഇവർ സ്വകാര്യതയിൽ വളരെയധികം ഭയമുള്ളവരാണ്. അവരുടെ കഴിവുകൾ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലോ അവരെ ആരും പ്രശംസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാണക്കേട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തവർ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ നർസിസത്തെ കുറിച്ചുള്ളത് സെർച്ച് ചെയ്യുന്നത് ഇത്തരക്കാരാണ്. നർസിസ്റ്റുകളോട് നിങ്ങൾ തെറ്റാണ്, കള്ളം പറയുകയാണ് എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ തീർന്ന്. കാരണം ആ പറയുന്നവരായി നർസിസ്റ്റ്. പിന്നെ അവര് ഈ വീഡിയോകൾ നോക്കി സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടുപിടിക്കും, ഈ വ്യക്തിക്ക് സെൽഫ് അഡ്മിറേഷൻ ഉണ്ട്, മാനിപ്പുലേഷൻ ഉണ്ട്, ഭയങ്കരമായ സെൽഫ് ലവ് ഉണ്ട്, അവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള എന്തൊക്കെ സവിശേഷതകളുണ്ട് അതെല്ലാം അയാൾ തെറ്റാണ് എന്ന് ആര് പറഞ്ഞോ അവർക്കെതിരെ പ്രയോഗിക്കും, ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ വലിയ ബുദ്ധിമുട്ട് അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് യാതൊരു ഗതിയും ഉണ്ടാവില്ല എന്നുള്ളതാ. യാതൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇവിടെയുള്ള ചോദ്യം, എങ്ങനെ ഈ കൂടെ ജീവിക്കുന്നവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നാണ്. കാരണം
ഒരാള് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അവരൊരിക്കലും സഹായം തേടില്ല. കാരണം അവർക്ക് തെറ്റില്ല, അവർ പെർഫെക്റ്റ് ആണ്, അവരറിവുള്ളവരാണ്, അവർ നേതാവാണ്, അവർ സക്സസ്ഫുൾ ആണ് എന്നൊക്കെ അവര് സ്വയം കണ്ടുപിടിച്ചിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് സഹായം കിട്ടുക? നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ അതിന് സൊല്യൂഷൻ എന്താണ് എന്ന് കണ്ടെത്തുകയുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കാത്ത ഒരാള് ഒരിക്കലും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയില്ല. അപ്പോൾ ഇത്തരക്കാരുടെ കൂടെ ജീവിക്കാൻ എന്താണ് ഒരു വഴി എന്നുള്ളതാണ്. ഈ കൂടെ ജീവിക്കുന്നവർക്കാണ് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുന്നത്, അവർക്കാണ് സഹായം വേണ്ടത്. അതിന് നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു വഴിയുണ്ട്, അതാണ് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഗ്രേ റോക്ക് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ പ്രകോപനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അവരെ തിരുത്താൻ പോയി സ്വയം മാനസിക രോഗാവസ്ഥയിലേക്ക് എത്താതിരിക്കുക, അവരുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ എല്ലാ തരത്തിലും ഒഴിവാക്കുക. അഥവാ അവരൊരു കുഴപ്പത്തിലാണ് എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്യുക. ബൗണ്ടറീസ് എപ്പോഴും സൂക്ഷിക്കുക. ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്നു എന്ന് കണ്ടാൽ ആ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. അവരോടുള്ള റിയാക്ഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അവരോട് തർക്കിക്കാനോ ഡിഫെൻഡ് ചെയ്യാനോ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യുക, വേണ്ടത് മാത്രം പറയുക എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ തിരിച്ച് നിങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെക്കുക. നമ്മുടെ കൂട്ടുകാരോ തെറാപ്പിസ്റ്റുകളെയോ ഒക്കെ സഹായം നമ്മൾ തേടുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വ്യക്തിപരമായ കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. അവരുമായി സമയം ചെലവഴിക്കുമ്പോൾ ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ കള്ളം പറയുന്നു, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നൊന്നും പറയുകയേ ചെയ്യരുത്. അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ തീർന്നു. ആ നർസിസ്റ്റ് ഒരിക്കലും പറയില്ല അയാൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്. പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പുറത്തിരിക്കുന്നത് ഒരു പച്ച പാവം മനുഷ്യനായിരിക്കാം, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. പോകെ ആ വ്യക്തിയും മാനസിക രോഗാവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് വേണ്ട പ്രീകോഷൻസ് എടുത്തേ പറ്റൂ. എന്നെ കേട്ടവർക്ക് നന്ദി.